ഇൻഡോർ ഗാർഡനിൽ വ്യത്യസ്തമായ ഭംഗി നൽകുന്ന 10 എക്സോട്ടിക് കാക്ടസ് ഇനങ്ങളെ പരിചയപ്പെടാം. കുറഞ്ഞ പരിപാലനത്തിൽ വളരുന്ന ഇവ വീടിനകത്തും ബാൽക്കണിയിലും മനോഹരമായി വളരും. ധാരാളം വെളിച്ചവും വെള്ളം മിതമായ അളവിലും നൽകിയാൽ ആരോഗ്യത്തോടെ വളർന്ന് ചില ഇനങ്ങൾ മനോഹരമായ പൂക്കൾ വിരിയുകയും ചെയ്യും. ചെറിയ ഇടങ്ങളിൽ പോലും പ്രകൃതി പ്രത്യേക ഭംഗി കൊണ്ടുവരാൻ കാക്ടസ് ചെടികൾ മികച്ച തിരഞ്ഞെടുപ്പാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കാക്ടസ് ഏതാണെന്ന് കമൻറ്റിൽ അറിയിക്കൂ. മൂൺ കാക്ടസ് അതിൻ്റെ തിളങ്ങുന്ന ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച്, പിങ്ക് നിറങ്ങളുടെ മുകൾ ഭാഗം കൊണ്ടാണ് ഏറെ ശ്രദ്ധ നേടുന്നത്. നേരിട്ട് കടുത്ത ഉച്ചവെയിൽ ഒഴിവാക്കി നല്ല പ്രകാശമുള്ള സ്ഥലത്ത് വെച്ചാൽ ഇത് ആരോഗ്യത്തോടെ വളരും. മണ്ണ് പൂർണ്ണമായി ഉണങ്ങിയതിന് ശേഷം മാത്രം വെള്ളം നൽകുക. വെള്ളം കെട്ടി നിൽക്കുന്നത് വേരുകൾ ചീഞ്ഞു പോകാൻ കാരണമാകും. നല്ല ഡ്രെയിനേജുള്ള കാക്ടസ് മിക്സ് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബണ്ണി ഇയേഴ്സ് കാക്ടസ് ചെറിയ മുയലിൻ്റെ ചെവി പോലുള്ള പാടുകളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നേരിട്ട് നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് നന്നായി വളരും. മണ്ണ് പൂർണ്ണമായി ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം നൽകാവൂ. കാരണം അമിതവണ്ണം വേരുകൾ ചീഞ്ഞു പോകാൻ ഇടയാകും. ചെറിയ മഞ്ഞ നിറത്തിലുള്ള പൂക്കളും പിന്നീട് ചുവപ്പ് നിറത്തിലുള്ള പഴങ്ങളും ചിലപ്പോൾ ഉണ്ടാകാം. കുറഞ്ഞ പരിചരണത്തിൽ തന്നെ ഇവ നന്നായി വളരും. ലേഡി കാക്ടസ് വെളുത്ത മൃദുവായ രോമങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതിനാൽ ഒരു പ്രായമായ സ്ത്രീയുടെ വെള്ളമുടി പോലെ കാണപ്പെടുന്നു. ചെറിയ വലിപ്പവും മനോഹരമായ രൂപവും കാരണം ഇൻഡോർ പ്ലാന്റായി വളരെ ജനപ്രിയമാണ്. നല്ല സൂര്യപ്രകാശവും വെള്ളവും നന്നായി വാർന്നു പോകുന്ന മണ്ണുമാണ് ഇതിൻ്റെ ഏറ്റവും അനുയോജ്യം. മണ്ണ് പൂർണ്ണമായി ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം നൽകുക. സ്റ്റാർ കാക്ടസ് നക്ഷത്രത്തിൻ്റെ ആകൃതിയിലുള്ള മുള്ളുകളില്ലാത്ത മനോഹരമായ ഒരു കാക്ടസാണിത്. ഇതിൻ്റെ പച്ച നിറത്തിലുള്ള ശരീരത്തിൽ വെളുത്ത ചെറിയ പുള്ളികൾ കാണപ്പെടും. അതുകൊണ്ട് വളരെ ആകർഷകമായ രൂപമാണിത്. നല്ല സൂര്യപ്രകാശവും വെള്ളം നന്നായി വാർന്നു പോകുന്ന മണ്ണുമാണ് ഇതിൻ്റെ ഏറ്റവും അനുയോജ്യം. മണ്ണ് പൂർണ്ണമായി ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം നൽകുക. ബിഷപ്സ് ക്യാപ്പ് കാക്ടസ് വളരെ വ്യത്യസ്ത രൂപത്തിലുള്ള മനോഹരമായ ഒരു കാക്ടസാണ്. ഇതിൻ്റെ ശരീരത്തിൽ തൊപ്പിയുടെ ആകൃതി പോലെ വരമ്പുകളും ചെറിയ വെള്ള നിറത്തിലുള്ള പൊട്ടുകളും കാണാം. മുള്ളുകൾ വളരെ കുറവായതിനാൽ പരിപാലിക്കാൻ എളുപ്പമാണ്. നല്ല പ്രകാശമുള്ള സ്ഥലത്ത് വളർത്തുക. മണ്ണ് പൂർണ്ണമായി ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം നൽകണം. ഗോൾഡൻ ബാരൽ കാക്ടസ് വട്ടത്തിലുള്ള മനോഹരമായ രൂപവും സ്വർണ്ണ നിറത്തിലുള്ള മുള്ളുകളും കൊണ്ട് ശ്രദ്ധേയമാണ് ഇത്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. വെള്ളം നൽകുന്നതിന് മുമ്പ് മണ്ണ് പൂർണ്ണമായും ഉണങ്ങിയെന്ന് ഉറപ്പാക്കണം. വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല ഡ്രെയിനേജുള്ള മണ്ണ് ഉപയോഗിക്കുക. ശരിയായി പരിചരിച്ചാൽ വളരെ പതുക്കെ വളർന്ന് മനോഹരമായ ഒരു അലങ്കാര കാക്ടസായി മാറും. ഫെയറി കാസിൽ കാക്ടസ് ചെറിയൊരു കോട്ട പോലെ തോന്നിക്കുന്ന മനോഹരമായ കാക്ടസാണിത്. പല ശാഖകളായി മുകളിലേക്ക് വളരുന്ന ഇതിൻ്റെ രൂപമാണ് ഏറ്റവും വലിയ പ്രത്യേകത. നല്ല പ്രകാശവും കുറച്ച് നേരിട്ട് സൂര്യപ്രകാശവും ലഭിക്കാത്ത സ്ഥലത്ത് വളർത്താം. മണ്ണ് പൂർണ്ണമായി ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം നൽകുക. ബ്ലൂ ടോർച്ച് കാക്ടസ് നീല നിറത്തിലുള്ള തണ്ടുകളാൽ വളരെ മനോഹരമാണ് ഇത്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് ഇത് വളർത്താം. മണ്ണ് പൂർണ്ണമായി ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം നൽകുക. വെള്ളം കെട്ടി നിൽക്കാതെ നല്ല ഡ്രെയിനേജുള്ള മണ്ണാണ് ഇതിന് അനുയോജ്യം. ശരിയായ പരിചരണം നൽകിയാൽ മനോഹരമായി വളരും. റാറ്റ് ടെയിൽ കാക്ടസ് തൂങ്ങി വളരുന്ന നീളമുള്ള തണ്ടുകളാണ് ഇതിൻ്റെ പ്രധാന ആകർഷണം. ഹാങ്ങിങ് പോട്ടിലും ബാസ്ക്കറ്റിലും വളർത്താൻ ഇത് വളരെ മനോഹരമാണ്. നല്ല പ്രകാശമുള്ള സ്ഥലത്ത് വയ്ക്കുക. കുറച്ച് നേരിട്ട് സൂര്യപ്രകാശം കൊടുക്കാവുന്നതാണ്. മണ്ണ് പൂർണ്ണമായി ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം നൽകണം. നല്ല ഡ്രെയിനേജുള്ള കാക്ടസ് സോയിൽ ഉപയോഗിച്ചാൽ ആരോഗ്യത്തോടെ വളരും. ക്രിസ്മസ് കാക്ടസ് മനോഹരമായ പൂക്കൾ കൊണ്ട് ശ്രദ്ധേയമായ ഒരു ഫ്ലവറിംഗ് കാക്ടസാണ് ഇത്. തണുത്ത കാലാവസ്ഥയിൽ സാധാരണയായി പൂക്കൾ വിരിയുന്നതിനാലാണ് ഈ പേര് ലഭിച്ചത്. നല്ല പ്രകാശമുള്ള എന്നാൽ കഠിനമായ നേരിട്ടുള്ള വെയിലില്ലാത്ത സ്ഥലത്ത് വയ്ക്കാം. മണ്ണിൻ്റെ മുകൾ ഭാഗം ഉണങ്ങിയാൽ മാത്രം വെള്ളം നൽകുക. വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണും നല്ല ഡ്രെയിനേജുള്ള പോട്ടും തിരഞ്ഞെടുക്കുക. ലേഡി ഫിംഗർ കാക്ടസ് ചെറുതും നീളമുള്ള വിരൽ പോലുള്ള തണ്ടുകളായി കൂട്ടമായി വളരുന്ന മനോഹരമായ കാക്ടസാണിത്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കാം. മണ്ണ് പൂർണ്ണമായി ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം നൽകുക. വെള്ളം കെട്ടി നിൽക്കാത്ത നല്ല ഡ്രെയിനേജുള്ള മണ്ണാണ് ഏറ്റവും അനുയോജ്യം. ചെറിയ പോട്ടിലും മനോഹരമായി വളർത്താൻ കഴിയുന്ന ഈസി കെയർ കാക്ടസാണിത്. ഫിഷ് ബോൺ കാക്ടസ് ഇലകൾ മീനിൻ്റെ എല്ല് പോലെയുള്ള പ്രത്യേക ആകൃതിയിലുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിന് ഫിഷ് ബോൺ കാക്ടസ് എന്ന് പേര് ലഭിച്ചത്. ഹാങ്ങിങ് പോട്ടിലും ബാസ്ക്കറ്റിലും വളർത്താൻ ഇത് വളരെ മനോഹരമാണ്. നല്ല പ്രകാശമുള്ള സ്ഥലത്ത് വയ്ക്കുക. കഠിനമായ നേരിട്ടുള്ള വെയിൽ ഒഴിവാക്കാം.
ഓർക്കിഡ് കാക്ടസ് മനോഹരമായ വലിയ പൂക്കൾക്കായി വളർത്തുന്ന ഒരു അതിമനോഹരമായ കാക്ടസ് ആണിത്. നീളമുള്ള പരന്ന തണ്ടുകളാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല പ്രകാശമുള്ള സ്ഥലത്ത് വയ്ക്കുക. ശക്തമായ നേരിട്ടുള്ള വെയിൽ ഒഴിവാക്കുന്നത് നല്ലതാണ്. മണ്ണ് അല്പം ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം നൽകുക. സിൽവർ ബാൾ കാക്ടസ് വെള്ളി നിറം കലർന്ന വട്ടത്തിലുള്ള ശരീരവും മനോഹരമായ മുള്ളുകളുമുള്ള ആകർഷകമായ കാക്ടസ് ആണിത്. നല്ല പ്രകാശവും കുറച്ച് നേരിട്ടുള്ള സൂര്യപ്രകാശവും ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കാം. മണ്ണ് പൂർണ്ണമായി ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം നൽകുക. റെയിൻബോ ഹെഡ്ജ്ഹോഗ് കാക്ടസ് മനോഹരമായ നിറങ്ങളിലുള്ള മുള്ളുകളും വട്ടത്തിലുള്ള തണ്ടുകളും കൊണ്ട് ഏറെ ആകർഷകമായ കാക്ടസ് ആണിത്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വളർത്താം. മണ്ണ് പൂർണ്ണമായി ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം നൽകുക. നല്ല ഡ്രെയിനേജുള്ള കാക്ടസ് ഓയിൽ ഉപയോഗിക്കണം. പീനട്ട് കാക്ടസ് നിലക്കടല പോലെയുള്ള ചെറുതും നീളമുള്ളതുമായ തണ്ടുകൾ കൂട്ടമായി വളരുന്ന മനോഹരമായ കാക്ടസ് ആണിത്. നല്ല സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. മണ്ണ് പൂർണ്ണമായി ഉണങ്ങിയ ശേഷം മാത്രം വെള്ളം നൽകുക. നല്ല ഡ്രെയിനേജുള്ള കാക്ടസ് ഓയിൽ ഉപയോഗിക്കണം. ശരിയായ പരിചരണത്തിൽ മനോഹരമായ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ ധാരാളമായി വിരിയുന്നതാണ് ഈ ചെടിയുടെ പ്രത്യേകത. വ്യത്യസ്ത ആകൃതിയിലും നിറങ്ങളിലുമുള്ള ഈ മനോഹരമായ കാക്ടസ് വെറൈറ്റീസ് നിങ്ങളുടെ വീട്ടിലെ ഗാർഡൻ കൂടുതൽ ആകർഷകമാക്കും. ശരിയായ വെളിച്ചവും വെള്ളവും ഡ്രെയിനേജുള്ള മണ്ണും നൽകിയാൽ ഇവയെല്ലാം മനോഹരമായി വളർത്താം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാക്ടസ് ഏതാണ് എന്ന് കമൻറ്റിൽ പറയൂ. ഇത്തരത്തിലുള്ള കൂടുതൽ ഡ്രെയിനേജ് വീഡിയോസിനായി ഫോളോ ചെയ്യാനും മറക്കരുതേ.